ഹായ് ആൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറുടെ എക്സാം ഫെബ്രുവരി 25 നടക്കുകയാണ് അല്ലേ. ഏകദേശം 1,00,000 മേലെ ആൾക്കാർ ഈ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, ഏതാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വെയിറ്റേജ് എത്രയാണ്, 30ഉം 20ഉമായിട്ട് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പം നമുക്ക് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡുള്ള ഫാക്ട്സുകളൊന്ന് നോക്കിയാലോ. അപ്പം നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട് എന്നും നമുക്ക് അതിലൂടെ മനസ്സിലാവും. അപ്പം ഞാൻ 2 ഘട്ടങ്ങളായിട്ടാണ് എടുക്കുന്നത്. ഇന്ന് പാർട്ട് 1, അടുത്ത ദിവസം പാർട്ട് 2, അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ. ഇത് കഴിഞ്ഞ അതായത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്? വാഹനാപകടം സംഭവിച്ചാൽ ആഘാതത്തിൽ നിന്നും ആന്തരാവയവങ്ങൾ തകരുന്നതിൽ നിന്നും രക്ഷ നേടാൻ നിയമം അനുശാസിക്കുന്നത്. ഇതാണ് ആ ചോദ്യം. അതിൻ്റെ ആൻസർ എന്താണ് അതിൻ്റെ ആൻസർ? ഓപ്ഷൻ സി ആണ്, സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മാത്രമേ ബാക്കി നമ്മുടെ എയർ ബാഗ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂ. അപ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ, ഓപ്ഷൻ സി. ഇപ്പം നോക്കാം. വാഹനാപകട സമയത്ത് ശരീരം പുറത്തേക്ക് തെറിച്ചു പോകുന്നത് ഒഴിവാക്കാനും ആന്തരാവയവങ്ങൾ വാരിയെല്ലുകളിലോ വാഹനത്തിന്റെ ഉൾഭാഗത്തോ തട്ടി തകരുന്നത് തടയാനും സീറ്റ് ബെൽറ്റ് സഹായിക്കുന്നു. അപ്പം അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, മൾട്ടി ടോൺഡ് എയർ ഹോൺ ഉപയോഗിക്കുന്നത് ഏത് സ്ഥലത്താണ് നിരോധിച്ചിട്ടുള്ളത്? അപ്പം ഇത് എല്ലാ സ്ഥലങ്ങളിലും നിരോധിച്ചതാണ് അല്ലേ. ഇന്ത്യയിൽ എവിടെയും ഇത് നിരോധിച്ചതാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, എല്ലാ സ്ഥലങ്ങളിലും. അതുപോലെ നമ്മുടെ സ്കൂൾ പരിസരത്ത്, ആശുപത്രി പരിസരത്ത്, കോടതി പരിസരത്തൊന്നും നമ്മൾ ഹോൺ മുഴക്കാൻ പാടില്ല എന്ന് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പം മോട്ടോർ വാഹന നിയമപ്രകാരം ഇന്ത്യയിൽ മൾട്ടി ടോൺ ഹോണുകൾ, ഇങ്ങനെ പറഞ്ഞാൽ പല ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന എയർ ഹോണുകളാണ്, അത് ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. കാരണം 1, ശബ്ദ മലിനീകരണം, 2, സുരക്ഷാ പ്രശ്നങ്ങൾ, 3, നിയമപരമായ വിലക്ക്. ആ കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു എയർ ഹോണ് എല്ലാവരുടെയും ബാൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം, GVR എന്നാൽ എന്താണ്? ഈ GVR ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡ്. ഓപ്ഷൻ ബി ആണ്, ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡ്. ഓർത്ത് വെക്കുക കേട്ടോ. എന്തിനു വേണ്ടിയാണ്? ചരക്കു വാഹനങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ വിവരങ്ങൾ, യാത്രയുടെ ലക്ഷ്യസ്ഥാനം, സമയം തുടങ്ങിയവ രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക റെക്കോർഡാണ് ഇത് GVR അഥവാ ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡ്. അടുത്ത ചോദ്യം, സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയാണത്? 50 km/h കേട്ടോ. പുതുക്കിയത് 2023 അപ്ഡേറ്റ് ചെയ്തത്. അപ്പൊ എത്രയാണ് സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത? 50 km/h. എന്താണ്? കേരളത്തിലെ പരിഷ്കരിച്ച വേഗപരിധി അനുസരിച്ച് സ്കൂൾ ബസ്സുകൾക്ക് സംസ്ഥാന പാതകളിലും മറ്റു റോഡുകളിലും അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ 50 km ആണ്. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് സ്കൂൾ ബസ്സുകൾക്ക് സാധാരണ വാഹനങ്ങളെക്കാൾ കുറഞ്ഞ വേഗപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി ഇതിനൊരു ടെൻഡൻസി ഉണ്ടായില്ല, അതായത് വേഗത കൂടാൻ ടെൻഡൻസി ഉണ്ടാണെങ്കിലോ അതിനു വേണ്ടിയാണ് സ്പീഡ് ഗവർണറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് വേഗപരിധി എത്രയാണ്? 50 km/h, മണിക്കൂറിൽ 50 km. അടുത്തത് സ്റ്റോപ്പ് ലൈൻ എന്നാൽ, സ്റ്റോപ്പ് ലൈൻ എന്താണ്? കാൽനടക്കാർ മുറിച്ചു കടക്കുന്ന സ്ഥലത്തെ കുറുകെയുള്ള വരയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, കാൽനടക്കാർ മുറിച്ചു കടക്കുന്ന സ്ഥലത്ത് കുറുകെയുള്ള വരയാണ് സ്റ്റോപ്പ് ലൈൻ. എന്തിനു വേണ്ടിയാണ്? റോഡ് ജംഗ്ഷനുകളിലോ സിഗ്നലുകളിലോ കാൽനടയാത്രക്കാർക്ക് മുറിച്ചു കടക്കാനുള്ള സ്ഥലത്തിന് തൊട്ടു മുമ്പായി റോഡിന് കുറുകെ വരച്ചിട്ടുള്ള കട്ടിയുള്ള വരയാണെന്ത്? സ്റ്റോപ്പ് ലൈൻ. ഓർത്തു വെക്കുക, സ്റ്റോപ്പ് ലൈൻ. അടുത്തത് കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ക്രോസിൽ, അങ്ങനത്തത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ക്രോസുകളിൽ എന്താ ചെയ്യേണ്ടത്? വാഹനം നിർത്തി ഇറങ്ങി നോക്കി ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി വേണം കടന്നു പോകാൻ. അപ്പോൾ ഓർത്ത് വെക്കുക, വാഹനം നിർത്തി ഇറങ്ങി നോക്കി ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കടന്നു പോകണം. അപ്പോൾ കാവൽക്കാരില്ലാത്ത റെയിൽവേ ക്രോസിങ്ങുകളിൽ വലിയ അപകട സാധ്യതയുള്ളതിനാൽ
ഡ്രൈവർ വാഹനം നിർത്തി പുറത്തിറങ്ങി 2 വശങ്ങളിലും ട്രെയിൻ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പാളം മുറിച്ചു കടക്കാവൂ. ഇത് നിയമപരമായ സുരക്ഷാ നിർദ്ദേശമാണ്. അടുത്തത്, യു ടേൺ തിരിയുമ്പോൾ ഏത് സിഗ്നൽ ആണ് കാണിക്കേണ്ടത്? യു ടേൺ തിരിയുമ്പോൾ ഏത് സിഗ്നൽ കാണിക്കണം? റൈറ്റ് സിഗ്നൽ അല്ലേ? റൈറ്റ് സിഗ്നൽ ആണ് കാണിക്കേണ്ടത്. ഓപ്ഷൻ ഡി, റൈറ്റ് സിഗ്നൽ. അപ്പൊ എന്താണ്? യു ടേൺ എടുക്കുന്നത് വലതുവശത്തേക്കായതിനാൽ ഡ്രൈവർ നിർബന്ധമായും വലതുവശത്തേക്കുള്ള ഇൻഡിക്കേറ്ററോ കൈകൊണ്ടുള്ള സിഗ്നലോ കാണിച്ചിരിക്കണം. അടുത്തത്, മോട്ടോർ വാഹന നിയമം സെക്ഷൻ 185 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം എന്താണ്? മോട്ടോർ വാഹന നിയമം സെക്ഷൻ 185 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഏതാണത്? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. എന്താണ്? മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 185 പ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അടുത്തത്, മോട്ടോർ ക്യാബിന്റെ പരമാവധി സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണത്? ഡ്രൈവർ ഉൾപ്പെടെ എത്ര പേരാണ്? 7 പേർ കേട്ടോ. ഡ്രൈവറും 6 സഹയാത്രികരും. അപ്പൊ എന്താണ്? അങ്ങനെ കയറ്റാൻ അനുമതിയുള്ള വാഹനങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടോർ ക്യാബ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡ്രൈവർ സീറ്റ് കൂടാതെ 6 യാത്രാ സീറ്റുകളുമായിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. അടുത്തത്, മീഡിയം മോട്ടോർ വെഹിക്കിൾ എന്നാൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, അതായത് മീഡിയം മോട്ടോർ വെഹിക്കിളിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ എത്രയാണത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ 12,000 കിലോഗ്രാമിൽ താഴെ. 12,000 കിലോഗ്രാമിൽ താഴെ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ് എത്രയാണ്? 7,500 കിലോഗ്രാമിൽ താഴെ. മീഡിയം മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ എങ്ങനെയാണ്? 7,500-നും 12,000-നും ഇടയിൽ. ഹെവി മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലോ 12,000-ന് മുകളിൽ. അപ്പൊ ഓർത്തു വെക്കണേ, എന്തായാലും പരീക്ഷയ്ക്ക് ഇതൊരു ചോദ്യമായിട്ട് വരും. അപ്പൊ ഓർത്തു വെക്കാം, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ 7,500-ന് താഴെ. മീഡിയം മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലോ 7,500 കിലോന് മുകളിലും 12,000 കിലോഗ്രാമിന് താഴെയും. ഇനി ഹെവി മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലോ 12,000 കിലോഗ്രാമിന് മുകളിൽ. അടുത്തത്, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധനം ഇല്ലാത്ത സ്ഥലം അതേതാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ വൺ വേകളിൽ അല്ലേ? പാലത്തിൽ നമുക്കറിയാം ഓവർടേക്കിംഗ് പാടില്ല, അതുപോലെ കയറ്റത്തിൽ പാടില്ല, വളവിലോ ഓവർടേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അപകടം സാധിക്കാനുള്ള ഒരു സ്ഥലമാണ്. സോ അവിടെയും എന്ത് ചെയ്തിരിക്കുന്നുണ്ട്? നമുക്ക് ഓവർടേക്കിംഗ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. അവിടെ നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ? വൺ വേകളിൽ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോവാം. അപ്പൊ എന്താണ്? വൺ വേ റോഡുകളിൽ വാഹനങ്ങൾ ഒരേ ദിശയിലേക്ക് മാത്രം പോകുന്നതിന് സുരക്ഷിതമായ അകലം പാലിച്ച് ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓവർടേക്കിങ്ങിന് മറ്റ് സ്ഥലങ്ങളെ പോലെ കർശന നിരോധനമില്ല. അടുത്ത ചോദ്യം, വാഹനം വലത് ഭാഗത്തേക്ക് തിരിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? റോഡിന്റെ മധ്യം കേന്ദ്രീകരിച്ച് തിരിച്ചു തുടങ്ങുകയും ചെന്ന് കയറാവുന്ന റോഡിന്റെ ഇടതുവശം ചേരത്തക്കവണ്ണം തിരിയുക അല്ലേ? അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഒന്നുകൂടി ഓർത്ത് വെക്കുക. റോഡിന്റെ മധ്യം കേന്ദ്രീകരിച്ച് തിരിച്ചു തുടങ്ങുകയും ചെന്ന് കയറുന്ന റോഡിന്റെ ഇടതുവശം ചേരത്തക്കവണ്ണം തിരിയുകയും. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ആദ്യമായിട്ട് കൃത്യമായ സിഗ്നൽ, നമ്മൾ വലതുവശത്തേക്കാണ് പോകുന്നതെന്ന് പുറകിലുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സിഗ്നൽ കാണിക്കണം അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യണം? റോഡിന്റെ മധ്യഭാഗത്തേക്ക് വരണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വലതുവശത്തേക്ക് പോകുമ്പം അതിന്റെ ഇടതോട് ചേർന്ന് എന്ത് ചെയ്യുക? വലതുവശത്തേക്ക് കയറി പോവുക. അടുത്തത്, റിവേഴ്സ് ഗിയറിൽ വാഹനം ഓടിക്കാൻ പാടില്ലാത്തത്. റിവേഴ്സ് ഗിയറിൽ വാഹനം എവിടെയാണ് ഓടിക്കാൻ പാടില്ലാത്തത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ എവിടെയാണ്? വൺ വേകളിൽ. കാരണം വൺ വേകളിലെല്ലാം എന്തായിരിക്കും? മുന്നോട്ടേക്കായിരിക്കും പോവുക അല്ലേ? അവിടെ റിവേഴ്സ് വലിയ അപകടങ്ങൾ നടത്തും. അതുകൊണ്ടാണ് റിവേഴ്സ് ഗിയറിൽ വാഹനം ഓടിക്കാൻ പാടില്ലാത്തത് എവിടെയാണെന്ന് പറയുന്നത്? വൺ വേകളിൽ. അപ്പൊ ട്രാഫിക് നിയമപ്രകാരം വൺ വേ റോഡുകളിൽ വാഹനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ദിശയ്ക്ക് വിപരീതമായി ഓടിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. അടുത്തത്, ചരക്ക് വാഹനങ്ങളിൽ പുറകുഭാഗത്തേക്ക് ലോഡ് തള്ളി നിൽക്കാവുന്ന പരമാവധി നീളം എന്താണ്? ചരക്ക് വാഹനങ്ങളിൽ പുറകുഭാഗത്തേക്ക് ലോഡ് തള്ളി നിൽക്കാവുന്ന പരമാവധി നീളം എത്രയാണത്? പരമാവധി നീളം 100 സെന്റിമീറ്റർ അല്ലെങ്കിൽ
1 മീറ്റർ. ഓർത്ത് വെക്കുക കേട്ടോ. ഒന്ന് തന്നിരിക്കുന്നതിൽ നമുക്ക് 100 സെന്റിമീറ്റർ ആണുള്ളത്. പരമാവധി 100 സെന്റിമീറ്റർ അഥവാ 1 മീറ്റർ. ഇപ്പൊ എന്താണ്? സുരക്ഷിതത്വ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു ചരക്ക് വാഹനത്തിന്റെ പിൻഭാഗത്ത് നിന്ന് പരമാവധി 1 മീറ്റർ വരെ മാത്രമേ ലോഡ് പുറത്തേക്ക് നിൽക്കാൻ പാടുള്ളൂ. അതുപോലെ പകൽ സമയത്താണെങ്കിൽ ചുവന്ന തുണിയും രാത്രിയിൽ ചുവന്ന ലൈറ്റും അടയാളമായി നൽകേണ്ടതുണ്ട്. നമ്മൾ ആ റിഫ്ലക്ടറൊക്കെ വെച്ചിട്ട് റിഫ്ലക്ട് ചെയ്യല്ലോ, അപ്പൊ അത് ചെയ്യേണ്ടതുണ്ട്. അടുത്തത്, വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ വാഹന പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിട്ടില്ലാത്ത സ്ഥലമാണ് ചോദിച്ചത്. അതെവിടെയാണ്? കോടതി പരിസരമാണ്. നമുക്കറിയാം, വളവുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല, ബസ് സ്റ്റോപ്പ് പാർക്ക് ചെയ്യാൻ പാടില്ല, പെഡസ്ട്രിയൻ ക്രോസിംഗിൽ പാടില്ല. അപ്പൊ എവിടെ മാത്രമേ ഉള്ളൂ? കോടതി പരിസരത്ത് നിശ്ചയിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയയിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുകയുള്ളൂ. നോക്കാം, എന്താണ്? കോടതി പരിസരത്ത് പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ വാഹനം നിർത്തുന്നതിന് തടസ്സമില്ല. അടുത്തത്, ട്രാക്ടറിൽ പരമാവധി എത്ര പേർക്ക് കയറാം? ട്രാക്ടർ എന്തിന്റെ പർപ്പസിനാണ്? കൃഷി ആവശ്യത്തിന് വേണ്ടി. അപ്പൊ ഡ്രൈവർ മാത്രമേ പാടുള്ളൂ, ഒരാൾ. അപ്പൊ ഓർത്ത് വെക്കാം, ട്രാക്ടറിൽ പരമാവധി എത്ര പേർക്ക് കയറാം? 1. അപ്പൊ എന്താണ്? ട്രാക്ടർ കൃഷി ആവശ്യങ്ങൾക്കുള്ള ഒരു വാഹനമാണ്. ഇതിൽ ഡ്രൈവർക്ക് മാത്രമേ ഇരിക്കാൻ അനുവാദമുള്ളൂ. ഡ്രൈവർ ഒഴികെ മറ്റാരെയും ട്രാക്ടറിൽ കയറ്റുന്നത് നിയമവിരുദ്ധമാണ്. അടുത്തത്, മറ്റൊരു വാഹനത്തിന്റെ പിന്നിൽ പോകുമ്പോൾ പാലിക്കേണ്ട അകലം. അതാണ് ചോദ്യം. എന്താണ്? മറ്റൊരു വാഹനത്തിന്റെ പിന്നിൽ പോകുമ്പോൾ പാലിക്കേണ്ട അകലം എത്രയാണ്? മുൻപിലെ വാഹനം പെട്ടെന്ന് നിർത്തിയാൽ അതിൽ ചെന്ന് ഇടിക്കുകയില്ല എന്ന് ഉറപ്പുള്ളത്ര അകലം. അല്ലെ? പണ്ട് കുറച്ച് ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു? മുൻപിലെ വാഹനം പെട്ടെന്ന് നിർത്തിയാൽ അതിൽ ചെന്ന് ഇടിക്കുകയില്ല എന്ന് ഉറപ്പുള്ളത്ര അകലമാണ് നമ്മൾ പാലിക്കേണ്ടത്. ഇപ്പൊ എന്താണ്? അപകടങ്ങൾ ഒഴിവാക്കാൻ മുൻപിലെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാലും സുരക്ഷിതമായി നിർത്താൻ ആവശ്യമായ ദൂരം എപ്പോഴും എന്ത് ചെയ്യണം? സഹയാത്രികര് പാലിക്കണം. അതായത് പുറകിലുള്ള വാഹനങ്ങൾ പാലിക്കണം. അടുത്തത്, ഹെവി പാസഞ്ചർ വാഹനത്തിൽ എത്ര പേരെ കയറ്റാം? എത്ര പേരെയാണ്? ആ പെർമിറ്റ് പ്രകാരം എത്ര പേർക്കാണോ അതിൽ കയറാൻ അനുവാദം ഉള്ളത് അത്ര പേരെ മാത്രമേ കയറ്റാൻ സാധിക്കൂ കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, ഹെവി പാസഞ്ചർ വാഹനത്തിൽ എത്ര പേരെ കയറ്റാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, പെർമിറ്റ് പ്രകാരം എത്ര പേർക്കാണോ അനുവദിച്ചിട്ടുള്ളത് അത്ര പേർക്ക്. എന്താണ്? മോട്ടോർ വാഹന നിയമങ്ങൾ അനുസരിച്ച് ഒരു വാഹനം നിരത്തിലിറക്കാൻ RTO നൽകുന്ന പെർമിറ്റിൽ ആ വാഹനത്തിൽ പരമാവധി എത്ര യാത്രക്കാരെ കയറ്റാം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അടുത്തത്, മോട്ടോർ വാഹന നിയമ വകുപ്പ് 112 വിവരിക്കുന്നത് എന്താണ്? മോട്ടോർ വാഹന നിയമ വകുപ്പ് 112 എന്താണ് വിവരിക്കുന്നത്? വേഗതാ നിയന്ത്രണം. എന്താണ്? വേഗതാ നിയന്ത്രണം. നോക്കാം. പൊതുസ്ഥലങ്ങളിൽ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട പരമാവധി വേഗതയെക്കുറിച്ചും കുറഞ്ഞ വേഗതയെക്കുറിച്ചും ഈ വകുപ്പ് പ്രതിപാദിക്കുന്നത്. ഏതാണ് വകുപ്പ്? വകുപ്പ് 112. ഓരോ തരം റോഡുകൾക്കും വാഹനങ്ങളുടെ ഇനം അനുസരിച്ച് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വേഗപരിധി പാലിക്കാൻ ഡ്രൈവർമാർ ബാധ്യസ്ഥരാണ്. വകുപ്പ് 112 പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള വേഗപരിധി ലംഘിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. ഇത് അമിത വേഗത തടയുന്നതിനും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അപ്പൊ ഓർത്ത് വെക്കണേ, സെക്ഷൻ 112. റോഡിൽ മഞ്ഞവര ഇട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മഞ്ഞവര തൊടാനോ മുറിച്ചു കടക്കുവാനോ പാടില്ല. അല്ലേ? റോഡിന് നടുവിൽ കാണുന്ന തുടർച്ചയായ മഞ്ഞവര സൂചിപ്പിക്കുന്നത് ആ ഭാഗത്ത് ഓവർടേക്കിംഗ് അപകടകരമാണ്. നിയമപരമായി മഞ്ഞവര തൊടാനോ അത് മുറിച്ചു കടക്കുവാനോ മുറിച്ചു കടന്ന് വലതുവശത്തേക്ക് പോകാനോ എന്തില്ല? റൈറ്റ്സ് ഇല്ല. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. സുരക്ഷിതമായ ഡ്രൈവിങ്ങിനും എതിരെ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടി ഒഴിവാക്കാനുമാണ് ഈ മഞ്ഞവരകൾ നൽകുന്നത്. അടുത്ത ചോദ്യം, കെട്ടിവലിക്കുന്ന വാഹനം വലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട അകലം എന്താണ്? കെട്ടിവലിക്കുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട അകലം എത്രയാണ്? 5 മീറ്റർ ആണ് കേട്ടോ. 5 മീറ്റർ. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി അകലം 5 മീറ്ററിൽ കൂടാൻ പാടില്ല.
അതുപോലെ ബന്ധിപ്പിച്ചിരിക്കുന്ന കയറിലോ ചങ്ങലയിലോ മറ്റു വാഹന യാത്രികർക്ക് കാണാൻ പാകത്തിൽ ഒരു വെളുത്ത തുണിയോ അടയാളമോ ഉണ്ടായിരിക്കുകയും വേണം. അടുത്തത് ഹസാർഡ്സ് ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടത്. എന്താണ് ഈ ഹസാർഡ്സ് ഡ്രൈവിംഗ് ലൈസൻസ്? അതാർക്കാണ് വേണ്ടത്? എക്സ്പ്ലോസീവ് ഗുഡ്സ് ഓടിക്കുന്നവർക്കാണ് ഹസാർഡ്സ് ലൈസൻസ് വേണ്ടത്. നമുക്ക് നോക്കാം എന്താണെന്ന്. സ്ഫോടക വസ്തുക്കൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വിഷവാതകങ്ങൾ തുടങ്ങിയ അപകടകരമായ വസ്തുക്കൾ വഹിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിന് സാധാരണ ഡ്രൈവിംഗ് ലൈസൻസിന് പുറമെ പ്രത്യേക പരിശീലനവും എൻഡോഴ്സ്മെന്റും ആവശ്യമാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹസാർഡ്സ് ലൈസൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഹസാർഡ്സ് ലൈസൻസ്. അടുത്തത് ആൽക്കഹോളിന്റെ സാന്നിധ്യം ഡ്രൈവറുടെ രക്തത്തിൽ എത്ര അളവിൽ കൂടുതലായാണ് ശിക്ഷാർഹമാകുന്നത്? എത്രയാണ്? 30 മില്ലിഗ്രാം പെർ 100 ml. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 185 പ്രകാരം ഒരാളുടെ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 30 മില്ലിഗ്രാമിൽ കൂടുതൽ മദ്യത്തിന്റെ അളവ് കണ്ടുപിടിച്ചാൽ അത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായി കണക്കാക്കപ്പെടും. അതിന് ശിക്ഷ നേരിടേണ്ടി വരും. അടുത്തത് രാത്രികാലങ്ങളിൽ അത്യാവശ്യമായി വാഹനം പാർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഓൺ ആയിരിക്കണം. ഹസാർഡ് വാർണിംഗ് ലാമ്പ് എന്തിനൊക്കെയാണ്? ഒന്ന്, വാഹനം ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകട സാഹചര്യത്തിലാണെങ്കിലാണ് നമ്മൾ ആ ഒരു വാർണിംഗ് സിഗ്നൽ കൊടുക്കുന്നത്. മറ്റുള്ള യാത്രക്കാർക്ക്, മറ്റുള്ള വാഹനങ്ങൾക്ക് അതൊരു വാർണിംഗ് സിഗ്നൽ ആയിട്ട് നൽകുന്നത്. അടുത്തത് ട്രാഫിക് സിഗ്നൽ ലൈറ്റിലെ പച്ച നിറം മാറി മഞ്ഞ നിറം തെളിഞ്ഞാൽ എന്ത് ചെയ്യണം? വാഹനം നിർത്തുക. വാഹനം നിർത്തുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാഹനം നിർത്തുക. ട്രാഫിക് സിഗ്നലിൽ പച്ച വെളിച്ചം മാറി മഞ്ഞ വെളിച്ചം തെളിയുന്നത് എന്താണ്? സിഗ്നൽ മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. നമ്മളും എന്ത് ചെയ്യും? സിഗ്നലിൽ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചും കൂടി സ്പീഡിൽ അത് ക്രോസ് ചെയ്യാൻ നോക്കും, അല്ലേ? ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? വാഹനം നിർത്തുക. പിന്നെയോ പച്ചയ്ക്ക് ശേഷം മഞ്ഞ തെളിയുന്നത് ഉടൻ തന്നെ എന്താവും? ചുവന്ന സിഗ്നൽ ആവും, അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഭാഗം സ്റ്റോപ്പ് ചെയ്ത് മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ അവിടെ എന്ത് ചെയ്യും? ഗ്രീൻ സിഗ്നൽ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യുക? വാഹനം നിർത്തുക എന്നതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ പാർട്ട് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ നമ്മൾ എന്താണ് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, SBCID, KAT, അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS തുടങ്ങിയ എല്ലാ ബാച്ചുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ പഠിക്കണം, ഈ ഒരു ജോബ് അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ LJ002 എന്ന് പറയുന്ന കോഴ്സ് കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിഡക്ഷനും ലഭിക്കുന്നതാണ്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഒരു ഗവൺമെൻറ് സർവീസിൽ കയറട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.